സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ നന്ദനോടും കെവിനോടും ആ ഒരു DYSP കുരുവിള ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് ശരിക്കും ഒരു ട്രാപ്പിൽ തന്നെ പെട്ടേക്കാണ്. നന്ദനെ വിളിച്ചു വരുത്തിയത് പ്രമോഷൻ്റെ കാര്യം പറയാനൊന്നുമില്ല, ഋഷിയുടെ കാര്യത്തിലുള്ള സംശയം കൊണ്ടാണ്. എന്തായാലും തങ്ങൾ പെട്ടു എന്ന് മനസ്സിലായതും കെവിൻ ചോദിക്കുന്നുണ്ട്, സാറ് ഞങ്ങളെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണോ എന്ന് ചോദിക്കുമ്പം ഈ കുരുവിളയാണെങ്കിൽ പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിടാ, നീ ആരാ കൂടുതൽ സംസാരിക്കാൻ, നീ അധികം സംസാരിക്കുകയൊന്നും വേണ്ട, ഞാൻ ചോദിക്കണതിന് കൃത്യമായ മറുപടി പറഞ്ഞു മതിയെന്ന്. ആ സമയത്ത് കെവിൻ്റെ ധൈര്യമൊക്കെ അങ്ങോട്ടോ പോകുന്നുണ്ട്. കെവിന് നല്ല പേടിയായിട്ട് കെവിൻ നന്ദൻ്റെ നേരെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഈ സമയത്ത് നന്ദൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ഫോൺ ബെല്ലടിച്ചതും നന്ദൻ ഫോൺ എടുത്തിട്ട് ദേവിയെ വിളിക്കണേന്ന് പറയുമ്പോൾ ഫോൺ അവിടെ വച്ചേരെ, ഒരിക്കൽ വിളിച്ചപ്പോൾ കോൾ അറ്റൻഡ് ചെയ്തതല്ലേ, ഇനി അറ്റൻഡ് ചെയ്യണ്ടെന്ന് പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, ഞാൻ ഒന്ന് അറ്റൻഡ് ചെയ്ത് കാര്യം പറയട്ടെ സാർ, ഇല്ലെങ്കിൽ ദേവിയും അച്ഛനും അമ്മയൊക്കെ പേടിക്കുമെന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല, അവർ കുറച്ച് സമയം പേടിച്ചോട്ടെ, നന്ദൻ എന്തായാലും കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ, മുതിർന്ന പുരുഷനല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല എന്നും പറഞ്ഞ് അയാൾ ഫോൺ എടുക്കാൻ സമ്മതിക്കണില്ല. ഈ സമയത്ത് നന്ദന് മനസ്സിൽ തോന്നുന്നുണ്ട്, എന്തായാലും ഇങ്ങോട്ട് പോന്നപ്പം ആ വിവരം ദേവിയോട് പറഞ്ഞാൽ മതിയായിരുന്നു, ഇയാൾ ഇങ്ങനെ ചതിക്കുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും ഇയാൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അതേസമയം ദേവികയാണെങ്കിൽ വിളിച്ചിട്ട് നന്ദ ഫോൺ എടുക്കാത്തതുകൊണ്ട് തന്നെ പ്രഭാവതിയോട് പറയുന്നുണ്ട്, അമ്മേ എന്തോ ഒരു പ്രശ്നമുണ്ട്, നന്ദനെ ഞാൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചു ഫോൺ എടുക്കണില്ല എന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, മോളെ ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്ന്. എന്നാൽ അമ്മയൊന്ന് വിളിച്ച് നോക്കുന്നു പറഞ്ഞ് പ്രഭാവതിയും നന്ദൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷേ ഫോൺ ബെല്ലടിക്കുന്നുണ്ടെങ്കിലും നന്ദൻ ഫോൺ എടുക്കുന്നില്ല. പിന്നീട് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ നന്ദൻ എന്തെങ്കിലും ആപത്തിൽ പെട്ട് കാണുമോ മോനെ, എന്തായാലും കെവിൻ്റെ കൂടെ പോയേക്കണമെങ്കിൽ കെവിനെ വിളിച്ച് നോക്കാമെന്ന്. അങ്ങനെ നമ്മളുടെ ദേവിക കെവിൻ്റെ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് കെവിനാണെങ്കിൽ ഫോൺ എടുത്തിട്ട് ദേവിയെ വിളിക്കണമെന്ന് പറയുമ്പോൾ ആ ഒരു DYSP പറയുന്നുണ്ട്, ഇപ്പം നിങ്ങൾ ആരുടെയും ഫോൺ അറ്റൻഡ് ചെയ്യണ്ടെന്ന്. ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട്, ദേവിക പേടിച്ചിട്ട് വിളിക്കുന്നേ സാറേ, നന്ദനെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലല്ലോ, നന്ദൻ എൻ്റെ കൂടെയാന്ന് കരുതി എന്നെ വിളിക്കുന്നതാ, ഞാനും എടുത്തില്ലെങ്കിൽ അവൾ പേടിക്കുമെന്ന് പറയുമ്പം അയാൾ പറയുന്നുണ്ട്, അതിന് പേടിക്കാൻ ദേവിക മേഡം കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ, ഒന്നുമില്ലെങ്കിലും ഈ സ്ഥലത്തെ MLA അല്ലേ, അതൊന്നും പ്രശ്നമില്ല, എന്തായാലും എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളും കൂടി ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഈ ഋഷിയെ നിങ്ങൾ എവിടെയാണ് കൊന്ന് കുഴിച്ചിട്ടേക്കണേന്ന് ചോദിക്കണു. അത് കേട്ടതും നന്ദനാണെങ്കിൽ പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ തന്നെ കുരുവിളയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഋഷിയെ കാണാത്തതിന് പിന്നിൽ നന്ദന് പങ്കുണ്ടെന്ന്. പക്ഷേ കെവിനാണെങ്കിൽ അത്യാവശ്യം പിടിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ കെവിൻ്റെ മുഖഭാവത്തിൽ നിന്ന് ഈ കുരുവിള സാറിന് മനസ്സിലാവുന്നുണ്ട് കെവിനും നന്ദനും കൂടി ചേർന്നാണ് ഈ ഒരു ക്രൈം ചെയ്തേക്കണേന്ന്. എന്നിട്ട് കുരുവിള ചോദിക്കുന്നുണ്ട്, സത്യത്തിൽ നിങ്ങൾ ഋഷിയെ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പം നന്ദൻ പേടിച്ചിട്ട് ഒന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. ആ സമയം അയാൾ പറയുന്നുണ്ട്, ഇപ്പം നിങ്ങളെ ഞാൻ മര്യാദക്കാണ് ചോദ്യം ചെയ്യണേ, ഇനിയിപ്പം പോലീസിൻ്റെ മുറയെടുത്താലാണോ നിങ്ങൾ സത്യങ്ങൾ പറയുള്ളൂ, അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളെ വേറൊരാളെ ഏൽപ്പിക്കാമെന്ന്. അങ്ങനെ അയാൾ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇപ്പം നമ്മളുടെ ഗോഡൗണിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി 2 പേര് ഇവിടെ ഉണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ, അവരെ കൊണ്ടുപോയി ഒന്ന് ചോദ്യം ചെയ്ത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കണം, മാക്സിമം എല്ലാ മുറയും പ്രയോഗിച്ചോന്ന്. ആ സമയത്ത് ഇത് കേട്ടതും നന്ദനാണെങ്കിൽ പേടിച്ച് പറിച്ചുകൊണ്ട്, വേണ്ട സാർ വേണ്ട, ഞാൻ എല്ലാ സത്യങ്ങളും പറയാം, ദയവ് ചെയ്ത് സാർ ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളെ അപകടത്തിലാക്കരുതെന്ന്. ആ സമയത്ത് നമ്മളുടെ കുരുവിള പറയുന്നുണ്ട്, എന്താണെങ്കിലും നിങ്ങൾ സത്യം എന്നോട് തുറന്നു പറഞ്ഞാൽ രക്ഷിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം. അങ്ങനെ നമ്മളുടെ നന്ദനും കെവിനും കൂടി കഴിഞ്ഞു പോയ എല്ലാ കാര്യങ്ങളും ഈ കുരുവിളയോട് പറയുന്നുണ്ട്. പ്രഭാവതിയെ ഉപദ്രവിക്കാൻ നോക്കിയതും ഇലക്ഷൻ്റെ സമയത്ത് ഋഷി തട്ടിക്കൊണ്ടുപോയതും പിന്നെ അമ്പലത്തിൽ വെച്ച് അപമാനിച്ചതും ആ ഒരു ദേഷ്യത്തിൽ ഇങ്ങനെ ഋഷിയെ കാണണമെന്ന് കരുതി നടന്ന സമയത്ത് ഋഷി മുമ്പിൽ വന്ന് പെട്ടതും ഋഷി ഒന്ന് പേടിപ്പിച്ച് വിടാമെന്ന് കരുതി ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയ സമയത്ത് ഋഷി നന്ദനോടും കെവിനോടും നിൻ്റെ ഭാര്യയെ അമ്മയെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞപ്പം ദേഷ്യം വന്നപ്പം ഈ ഋഷിയെ നന്ദൻ തല്ലിയതും പെട്ടെന്ന് തന്നെ ഋഷിക്ക് ബോധം പോയ കാര്യങ്ങളും പിന്നീട് ഋഷിയെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് ഇട്ടിട്ട് ബോധം തെളിഞ്ഞതും വീണ്ടും നന്ദൻ ഇനി അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാം, നീ പൊയ്ക്കോന്ന് പറഞ്ഞപ്പോൾ ഋഷി ഞാൻ പോണില്ല, ഇതിനൊരു തീരുമാനമായിട്ടേ പോകണുള്ളൂ എന്ന് പറഞ്ഞ് വീണ്ടും നന്ദനെ ചവിട്ടും ഉപദ്രവിക്കുകയും ചെയ്തപ്പോൾ നന്ദന ദേഷ്യത്തിൽ തല്ലിയതും ഋഷിക്ക് ബോധം പോയി. അങ്ങനെ ഋഷി മരിച്ചു എന്ന് കരുതി എല്ലാവരും ചേർന്ന് ഋഷിയെ കുഴിച്ചിട്ട കാര്യങ്ങളൊക്കെ കെവിനും ഈ നന്ദനും കൂടി ഈ കുരുവിളയോട് പറയുന്നുണ്ട്. ആ സമയത്ത് കുരുവിള നന്ദനോട് ചോദിക്കുന്നുണ്ട്, ഋഷിയെ നീ എവിടെയാണ് കുഴിച്ചിട്ടേന്ന് ചോദിക്കുമ്പം നന്ദൻ പറയുന്നുണ്ട്, അതെനിക്കറിയില്ല, ഋഷി അങ്ങനെ കിടന്നപ്പോൾ തന്നെ ഞാൻ വീട്ടിലോട്ട് പോയി, ഞാൻ ഇവരോട് പറഞ്ഞതാ ഋഷിയെ ആസ്പത്രിയിൽ കൊണ്ടുപോകാമെന്ന്. അപ്പോൾ കെവിനാ പറഞ്ഞ ആസ്പത്രിയിൽ കൊണ്ടുപോയാൽ കൂടുതൽ പ്രശ്നമാവും, അവന് ബോധം തെളിയുമ്പം എഴുന്നേറ്റ് പോയിക്കോളൂ എന്ന്.
ആ സമയത്ത് കുരുവിള കെവിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെയാടാ അവനെ കുഴിച്ചിട്ടേന്ന് ചോദിക്കുമ്പം കെവിൻ പറയുന്നുണ്ട്, ഇന്ന സ്ഥലത്താണ് കുഴിച്ചിട്ടേക്കണം, എന്നാൽ വാ നമുക്ക് വേഗം തന്നെ അങ്ങോട്ട് പോകണം, തെളിവെടുപ്പ് നടത്തിയിട്ട് വേണം നിങ്ങളുടെ അറസ്റ്റ് രേഖപ്പെടുത്താമെന്ന്. ഇതേ സമയം ഈ അരുന്ധതി ആണെങ്കിൽ കുരുവിളയെ വിളിക്കുന്നുണ്ട്. കുരുവിള ഫോൺ എടുത്തിട്ട് എന്താ വേണമെന്ന് ചോദിക്കുമ്പം, സാറേ എന്തെങ്കിലും വിവരം കിട്ടിയോ എൻ്റെ മോനെക്കുറിച്ചെന്ന് ചോദിക്കുമ്പം കുറച്ച് വിവരങ്ങൾ കിട്ടി, പക്ഷേ അതത്ര നല്ല വിവരങ്ങളൊന്നുമല്ല, എന്തായാലും മേഡം കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യുക, ഞാൻ മേഡത്തെ അങ്ങോട്ട് വിളിച്ച് വിവരങ്ങളെല്ലാം പറയാം. അത് കേട്ടത് അരുന്ധതിക്കാണെങ്കിൽ ആകെ പേടിയായിട്ട് ചോദിക്കുന്നുണ്ട്, സാറേ എൻ്റെ മോന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. ആ സമയത്ത് കുരുവിള പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ മേഡം, കുറച്ച് സമയങ്ങൾക്കുള്ളിൽ ഞാൻ മേഡത്തെ വിളിച്ച് എല്ലാ വിവരങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. ഇപ്പോൾ തൽക്കാലം മേഡം ഫോൺ വയ്ക്കുന്നു. പിന്നീട് അരുന്ധതി CP വിളിക്കുന്നുണ്ട്. CP വിളിച്ചിട്ട് കുരുവിള വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ CPയോട് പറയുമ്പം CP പറയുന്നുണ്ട്, അതിലെന്തോ ഒരു മിസ്റ്റേക്ക് തോന്നുന്നുണ്ടല്ലോ മേഡം, ഇനി ഋഷിക്ക് എന്തെങ്കിലും ആപത്ത് പറ്റി കാണുമെന്ന്. അത് കേട്ടതും അരുന്ധതിക്കാണെങ്കിൽ ഭയങ്കര പേടിയാവുന്നുണ്ട്. പേടിയോടുകൂടി പറയുന്നുണ്ട് CP എന്തൊക്കെയാണ് പറയണേ, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു എന്നാണോ പറയണേന്ന് ചോദിക്കുമ്പം, അല്ല മേഡം, ഞാനൊരു സാധ്യത പറഞ്ഞെന്നുള്ളൂ, ഋഷിക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് മുരളീനെയും ഭാർഗവീനെയാണ്. മുരളി ഭാർഗവിയോട് പറയുന്നുണ്ട്, നന്ദൻ രാവിലെ എവിടെയോ പോയതാണ്, വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല, ദേവിക എന്നെ വിളിച്ചിരുന്നു, നന്ദനെക്കുറിച്ച് എന്തെങ്കിലും അറിയുമെന്നും ചോദിച്ച്. ആ സമയം ഭാർഗവി ചോദിക്കുന്നുണ്ട്, നന്ദമോൻ എന്നാ പറ്റിയത്, ഇത്രയും ദിവസം ഒരുതരം മാനസിക വിഭ്രാന്തി കാണിക്കുമായിരുന്നു, പിന്നെ ആ തിരുമേനി വന്ന് പൂജയൊക്കെ നടത്തി ചരട് മന്ത്രിച്ച് കെട്ടിയതിന് ശേഷം കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഇപ്പോൾ ആ ദേവികയോടും പ്രഭകുഞ്ഞിനോടും ആരോടും പറയാതെ അവനിത് എവിടെ പോയതാ. സമയത്ത് മുരളി പറയുന്നുണ്ട്, ഒരിക്കൽ വിളിച്ചപ്പം നന്ദൻ കെവിൻ്റെ കൂടെയാന്ന് പറഞ്ഞു, പിന്നീട് വിളിച്ചിട്ടൊന്നും ഫോൺ എടുത്തിട്ടില്ല, എന്നാൽ പിന്നെ കെവിന് വിളിച്ച് നോക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പം മുരളി പറയുന്നുണ്ട്, ദേവിക കെവിന് പിന്നെ വിളിച്ചു, പക്ഷേ കെവിനും ഫോൺ എടുക്കണില്ല, ഇനി എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ എന്ന് അറിയില്ല എന്ന്. ആ സമയത്ത് ഗൗരി പറയുന്നുണ്ട്, ഇതിപ്പോൾ ആ ഋഷിയുടെ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും മുരളിയേട്ടാ, അല്ലെങ്കിൽ തന്നെ ഋഷിയെ കാണാനില്ലാണ്ടായതിനു ശേഷമല്ലേ ഈ നന്ദന് അസുഖങ്ങളൊക്കെ വന്നത്, ഇനിയിപ്പോൾ അതിൻ്റെ പിന്നിൽ നന്ദനെങ്ങാനും ആയിരിക്കും എന്ന്. ആ സമയത്ത് ഭാർഗവി ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ് ഗൗരി പറയണത്, നന്ദമോൻ അങ്ങനെ ചെയ്യണവനൊന്നുമല്ല, അവനൊരു പാവ, പ്രഭകുഞ്ഞാണെങ്കിൽ പിന്നെയും അങ്ങനെയൊക്കെ ചെയ്യും, അതുകൊണ്ട് തന്നെ എനിക്ക് സംശയമുള്ളതുകൊണ്ട് ഞാൻ ചന്ദ്രോത്ത് പോയി പ്രഭകുഞ്ഞിനോട് ഈ കാര്യം നേരിട്ട് തന്നെ ചോദിച്ചു. അപ്പോൾ പ്രഭകുഞ്ഞ് പറഞ്ഞത്, ആദ്യമൊക്കെയും ആ ഋഷിയെ കൊന്നു കളയണം എന്നുള്ള ദേഷ്യം പ്രഭകുഞ്ഞിനുണ്ടായിരുന്നു, പക്ഷേ കുടുംബത്തിൻ്റെ സന്തോഷവും സമാധാനവും ആലോചിച്ചപ്പം അതൊന്നും വേണ്ടാന്ന് വെച്ചു, ഋഷി എന്തെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ തന്നെ പ്രഭകുഞ്ഞ് നിൽക്കണേന്ന്. ആ സമയത്ത് ഗൗരി പറയുന്നുണ്ട്, അല്ലമ്മേ, നന്ദനൊന്നും ചെയ്തെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ഋഷിയെ കാണാതെ ആയതിനു ശേഷമാണ് നന്ദനിങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചത്, ഇനിയിപ്പോൾ നന്ദൻ എന്തെങ്കിലും അബദ്ധം പറ്റിയതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന്. ആ സമയത്ത് മുരളി പറയുന്നുണ്ട്, ഇല്ല ഗൗരി, നന്ദൻ അങ്ങനെയൊന്നും ചെയ്യണവനല്ല എന്ന് പറയുമ്പം, മനഃപൂർവ്വം അല്ല മുരളിയേട്ടാ, സാഹചര്യം കൊണ്ടല്ലേ മനുഷ്യർ ഓരോ തെറ്റുകൾ ചെയ്തു പോണത്, ഋഷിയെ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല, പറ്റിപ്പോയതായിരിക്കും എന്ന് പറയുമ്പം നമ്മളുടെ മുരളിയാണെങ്കിലും ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സിദ്ധാർത്ഥനും പ്രഭാവതിയൊക്കെ ഒരു സമാധാനം ഇല്ലാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ആ സമയത്ത് സിദ്ധാർത്ഥൻ വേഗം TV വെച്ചിട്ട് ന്യൂസ് കാണാനിരിക്കുമ്പോഴാണ് ഋഷിയുടെ മിസ്സിങ്ങിന് പിന്നിലുള്ള ആളുകളെ പിടികൂടിയെന്നും പറഞ്ഞുകൊണ്ട് വാർത്ത കാണുന്നത്. ആ വാർത്ത കണ്ടതും പ്രഭാവതിയും സിദ്ധാർത്ഥനും മുഖത്തോട് മുഖം നോക്കുമ്പോൾ വീണ്ടും പറയുന്നുണ്ട്, ഋഷി ഇപ്പോൾ ജീവിച്ചിരിക്കണില്ല, ഋഷിയെ രണ്ടുപേർ ചേർന്ന് കൊന്നു കുഴിച്ചു മൂടി അവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, ഇപ്പം തന്നെ പോലീസ് അവരെ കൊണ്ട് തെളിവെടുപ്പിന് പോകുന്നു. അത് കേട്ടതും സിദ്ധാർത്ഥനും പ്രഭാവതിയും നന്ദനാന്നൊന്നും തോന്നണില്ല. എന്നിട്ട് പിന്നീട് കാണുന്ന വീഡിയോസ് കാണുമ്പം പ്രഭാവതിയും സിദ്ധാർത്ഥനും ആകെ ഷോക്കായി പോകുന്നുണ്ട്. അതിൽ കാണിക്കുന്നത് നമ്മളുടെ നന്ദനയും കെവിനെയാണ്. അവരെ കണ്ടതും സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, എന്താ പ്രഭ ഇവരെയും കൊണ്ട് പോലീസ് പോകണേന്ന് ചോദിക്കുമ്പം, എനിക്കൊന്നും മനസ്സിലാവണില്ല സിദ്ധു, എന്തായാലും ദേവിമോളോട് അയാൾ വിളിച്ചൊന്ന് സംസാരിക്കാൻ പറയാമെന്ന്. അങ്ങനെ പ്രഭാവതിയാണെങ്കിൽ ദേവികയോട് വന്ന് പറയുന്നു, അതേ നന്ദനെയും കെവിനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് TV കാണിക്കുന്നുണ്ട്, മോള് നന്ദനെ ഒന്ന് വിളിച്ചു നോക്കിയെന്ന്. അങ്ങനെ ദേവിക നന്ദന് ഫോൺ വിളിക്കുമ്പം നന്ദനാണ് ഈ ഫോൺ എടുക്കണില്ല. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, മോളുടെ കയ്യിൽ ആ DYSPയുടെ നമ്പറില്ലേ, അയാൾക്കൊന്ന് വിളിച്ചു നോക്കുന്നു. അങ്ങനെ ദേവികയാണെങ്കിൽ ഫോൺ എടുത്ത് DYSPക്ക് വിളിച്ചതും DYSP ആണെങ്കിൽ നന്ദനോട് പറയുന്നുണ്ട്, തൻ്റെ ഭാര്യ MLA ദേവികയെ വിളിക്കുന്നത് TV ന്യൂസൊക്കെ കണ്ടിട്ട് വിവരം അറിയാൻ വിളിക്കുന്നതായിരിക്കുമെന്ന്. ആ സമയത്ത് നന്ദനാണെങ്കിൽ ഭയങ്കര സങ്കടവും വിഷമവും ദേഷ്യമൊക്കെ ആവുന്നുണ്ട്. എന്നിട്ട് നന്ദനിങ്ങനെ സങ്കടത്തോടുകൂടി നിൽക്കുമ്പം അയാൾ ഫോൺ എടുത്തിട്ട് എന്താ വേണമെന്ന് ചോദിക്കണു. ആ സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട്, സാറ് നന്ദനെയും കെവിനെയും സാർ എന്തിനാ അറസ്റ്റ് ചെയ്തതെന്ന്. ആ സമയത്ത് കുരുവിള പറയുന്നുണ്ട്, മേഡം അല്ല എന്നോട് പറഞ്ഞത് ഋഷിയുടെ മിസ്സിംഗ് കേസ് എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് തെളിയിക്കണമെന്ന്, അത് ഞാൻ ചെയ്തു മേഡം, അതിന് മേഡം എന്നെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടതെന്ന് ചോദിക്കുമ്പം ദേവിക ചോദിക്കുന്നുണ്ട്, അതിന് സാർ എന്തിനാ നന്ദനെയും കെവിനെയും കസ്റ്റഡിയിൽ എടുത്തതെന്ന് ചോദിക്കുമ്പം MLA ആയിട്ട് പോലും
പോലും മാഡത്തിന് ഇത്രയ്ക്ക് ബുദ്ധി ഇല്ലാണ്ടായി പോയോ? വെറുതെ ഞങ്ങൾ അവരെ കസ്റ്റഡിയിൽ എടുക്കുമോ? മാഡത്തിൻ്റെ ഭർത്താവ് നന്ദനാണ് ഋഷിയെ കൊന്നത്. ആ ബോഡി കുഴിച്ചിട്ടത് കെവിനും കൂട്ടാളികളും ചേർന്ന. അതുകൊണ്ടാണ് ഇവരെ രണ്ടുപേരെയും ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തത്. ഇപ്പം ഞങ്ങൾ എന്തായാലും ഇവരെ തെളിവെടുപ്പിനായിട്ട് കൊണ്ടുപോകുകയാണ്. അത് കേട്ടതും ദേവികയാണെങ്കിൽ ആകെ ഷോക്കായി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്.